കേന്ദ്ര ബജറ്റ് വന്നപ്പോൾ കേരളത്തെ അവഗണിച്ചു എന്നായിരുന്നല്ലോ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയമാണത്. അതിന് തുടർന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട വിവാദം ഇപ്പോൾ കത്തിപ്പടരുകയാണ്. അത് ഒരു ഹൈസ്പീഡ് റെയിൽ എന്നൊരു പ്രോജക്റ്റ്, നേരത്തെയുള്ള കെറെയിൽ എന്ന കേരളത്തിൻ്റെ പ്രോജക്റ്റിനേക്കാൾ ഫീസിബിളായ, അതിനേക്കാൾ ചെലവ് കുറഞ്ഞ, അതിനേക്കാൾ നന്നായി നടപ്പാക്കാൻ പറ്റിയ ഒരു പ്രോജക്റ്റ് ശ്രീധരൻ സാറ് തയ്യാറാക്കി കേന്ദ്രത്തിൽ നിന്ന് അനുമതി വാങ്ങി, വാക്കാൽ എനിക്ക് അനുമതി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ശ്രീധരേട്ടൻ പൊന്നാനിയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഒരു ഓഫീസ് തുറന്നിരിക്കുക അതിന് വേണ്ടിയിട്ട്. ഈ സമയത്തുള്ളൊരു പ്രശ്നം വളരെ പരസ്യമായി ശ്രീധരേട്ടനെ പരിഹസിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് രംഗത്ത് വന്നിരിക്കുന്നു. അത് വേറൊന്നുകൊണ്ടുമല്ല, കേരള ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് നേരത്തെ തന്നെ നടപ്പിലാക്കാൻ എളുപ്പമുള്ളതല്ല, അത് വളരെ അപകടം പിടിച്ചതുമാണ്, അങ്ങേയറ്റം ആദായകരവും അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെട്രോമാൻ. അതാണ് അവരുടെ വിരോധം. ഇപ്പോൾ ശ്രീധരൻ്റെ പ്രോജക്റ്റ് കേന്ദ്രം അംഗീകരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പതുക്കെ മൗനം പാലിച്ചെങ്കിലും ഇപ്പോൾ അവർക്ക് വീണ്ടും ശ്രീധരനെ പരിഹസിക്കാൻ അവസരം കിട്ടിയത് അശ്വിനി വൈഷ്ണവ്, കേന്ദ്ര റെയിൽവേ മന്ത്രി, ഈ ബജറ്റ് ചർച്ചകൾക്ക് ശേഷം പത്രക്കാരെ നേരിട്ട് ചോദിച്ചപ്പോൾ സ്പീഡ് റെയിലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഖണ്ഡിതമായി പറഞ്ഞിട്ടില്ല. മെട്രോമാനെ അദ്ദേഹം വളരെ കൂടുതൽ അഭിനന്ദിച്ചുകൊണ്ടും വാഴ്ത്തിക്കൊണ്ടും അദ്ദേഹത്തിൻ്റെ കഴിവുകളെ പ്രശംസിച്ചുകൊണ്ട് സംസാരിച്ചു. പക്ഷേ അപ്പോഴും സ്പീഡ് റെയിലിന് അനുമതി കൊടുത്തിട്ടുണ്ടെന്നോ കൊടുത്തിട്ടില്ല എന്നോ, വാക്കാൽ കൊടുത്തെങ്കിൽ വാക്കാൽ കൊടുത്തു എന്ന് പറയാം, അതൊരു പക്ഷേ മന്ത്രിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷേ വാക്കാൽ കൊടുത്തുവെന്ന് ശ്രീധരേട്ടൻ പറയുന്നു, കൊടുത്തുവെന്ന് മന്ത്രി പറയുന്നില്ല. ഈ ഒരു കൺഫ്യൂഷനാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ശ്രീധരൻ സ്വന്തം നിലയിൽ ഒരു ഓഫീസ് ഇതിനു വേണ്ടി തുടങ്ങിയാൽ അത് എങ്ങനെ നടപ്പാകാനാണ്? ഇനി അതല്ല, ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് വാക്ക് കൊടുത്തത് ഉത്തരവായി പുറത്തിറങ്ങുമോ? അതിന് സാധ്യതയുണ്ടോ? എന്താണ് നമ്മുടെ ഈ സ്പീഡ് റെയിലിൻ്റെ ഒരു ഭാവി? സാറ്, ശ്രീധരൻ സാറ് പൊന്നാനിയിൽ തുടങ്ങിയ ഓഫീസിൻ്റെ ബോർഡ് സാർ കണ്ടു കാണും, ടി വിയിൽ കാണിച്ചിരുന്നു. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ, DMRC, അവരുടെ ഓഫീസാണ് തുറന്നിരിക്കുന്നത്, ശ്രീധരൻ്റെ ഓഫീസല്ല. ബോർഡിൽ അങ്ങനെയാണ്, ഓഫീസ് ഓഫ് ദ ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ പൊന്നാനി, ഇതാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ശരി. ശ്രീധരൻ പറഞ്ഞു വന്ന കൂട്ടത്തിൽ അത് പറയുകയും ചെയ്തു. എന്നെ ഓതറൈസ് ചെയ്തിരിക്കുന്നത്, ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഓതറൈസ് ചെയ്തിരിക്കുന്നത് DMRC ആണ്. അവരുടെ ആളുമാണല്ലോ അല്ലേ ഇദ്ദേഹം. ബട്ട് ശ്രീധരന് ഒരുപാട് കോണ്ടാക്ട്സും റീച്ചും ഒരുപാട് റെസ്പെക്റ്റ് കമാൻഡ് ചെയ്യുന്ന ആളുമായതുകൊണ്ട് ഇൻഫോർമലി ഇദ്ദേഹം അശ്വിനി വൈഷ്ണവിനെ ആരെങ്കിലും വിളിച്ച്, എടോ ഈ DMRCക്കാർ എൻ്റെ പഴയ ആൾക്കാരാണ്, അദ്ദേഹം എൻ്റെ മാനേജിങ് ഡയറക്ടർക്കാർ എൻ്റെ പഴയ ആൾക്കാരാണ്, അവരെന്നോട് സാറിന് പ്രോജക്റ്റ് ഉണ്ടാക്കുക, ഞങ്ങളത് കേന്ദ്ര സർക്കാരിന് കൊടുത്ത് അത് അപ്രൂവൽ സാറ് ചെയ്തതാണെന്ന് പറയുമ്പോൾ എല്ലാവരും സമ്മതിക്കും എന്നൊക്കെ പറഞ്ഞ് പലതവണയായി എന്നെ വിളിക്കുന്നു. എന്താ ചെയ്യണ്ടേ? അയ്യോ അത് ചെയ്ത് കൊടുക്കും സാർ, ചെയ്ത് ബാക്കി ഞാനത് ബാക്കി നോക്കിക്കോളാം, അതിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ താൻ നോക്കിക്കോളുമല്ലോ, എനിക്ക് ഈ കടലാസിൻ്റെ പിന്നാലെ ഡൽഹിയിൽ നടക്കാനൊന്നും കഴിയില്ല. ഇല്ല സാറേ, അതൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ടാവും. DMRCയോട് പറയുന്നു, എടോ തൻ്റെ പേരിൽ ഞാൻ ഓഫീസ് തുടങ്ങും, എനിക്ക് വയസ്സുകാലത്ത് ഒരു ഓഫീസിൻ്റെ ആവശ്യമില്ല, വയസ്സ് 93ആയി, മനസ്സിലായില്ല, എനിക്കിനി ഇരിക്കാൻ വേറൊരു കസേര ആവശ്യമില്ല, വീട്ടിൽ ഇഷ്ടം പോലെ കസേരയും കട്ടിലും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ഓഫീസ് തുടങ്ങാൻ സാറ് ഞങ്ങളുടെ പേരിൽ തന്നെ തുടങ്ങിയാൽ മതി, ഞങ്ങളതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ചെയ്യുന്നു. ശ്രീധരൻ സാറ് ഇൻഫോർമലി ഇത് തുടങ്ങി വയ്ക്കുന്നു. ബാക്കി ഫോർമാലിറ്റീസ് DMRCയും റെയിൽവേക്ക് കൂടെ കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ഇത് ശ്രീധരൻ സാറിന് നിങ്ങൾ അപ്രൂവൽ കൊടുത്തോ എന്ന് ചോദിച്ചാൽ ടെക്നിക്കലി കൊടുത്തിട്ടില്ല. പക്ഷേ അശ്വിനി വൈഷ്ണവ് പറയുകയാണ്, ഇല്ല ഞങ്ങൾ അപ്രൂവൽ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്രൂവൽ ഇല്ലാതെ ഇതാക്കും. അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയുമാണ്. റൈറ്റിങ്ങിൽ അപ്രൂവൽ ഇല്ലല്ലോ, ശരിയാ, അപ്രൂവലിൻ്റെ ഒരു കോപ്പി തന്നു ചേട്ടാന്ന് പറഞ്ഞാൽ പോയി. ഇതുകൊണ്ടായിരിക്കണം അശ്വിനി വൈഷ്ണവ് തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറിയത് അല്ലേ? ഈ കേരളത്തിന് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത് ആ ഒരു പഴയ കൺസെപ്റ്റ് വെച്ചിട്ടാണ്.
ഈ ബജറ്റ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വരുമാനം മുഴുവൻ ഒരു കൊട്ടയിലാക്കിയിട്ട് നിർമ്മലാ സീതാരാമൻ ഇങ്ങനെ മണിപ്പൂരിന് ഇത്ര, ഉത്തർപ്രദേശിന് ഇരിക്കട്ടെ, അയ്യോ ഇത് പോരെ ചേച്ചി, എന്നാ കുറച്ചുകൂടെ, ഇങ്ങനെ വിതരണം ചെയ്യുന്നൊരു ഏർപ്പാടല്ല ബജറ്റ്. ഇതൊക്കെ ഇപ്പം ആരോട് പറയാൻ എനിക്കറിയില്ല. സംസ്ഥാനങ്ങൾക്ക് കുറേശ്ശെ മൊത്തം കാശെടുത്ത് വീതിക്കുന്ന ഒരു പരിപാടിയല്ല ബജറ്റ്. ബജറ്റ് ആകുന്നതൊക്കെ പോയി സംസ്ഥാനങ്ങളുടെ വിഹിതവും സംഗതിയൊക്കെ ഇവർ GST കൗൺസിലും നിതി ആയോഗവും ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അതിന് പ്രത്യേക ഫോർമുലയുണ്ട്, അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിലിട്ട് അതിൻ്റെ മറ്റേ പോപ്പുലേഷൻ മറ്റേത് മറിച്ചതൊക്കെ നോക്കിയിട്ട് വിഹിതം ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ തീരുമാനിക്കപ്പെടും. ഇനി ആർക്കെങ്കിലും കൂടുതലോ കുറവോ വേണമെങ്കിൽ കുറച്ച് കൂട്ടാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ ഈ സോഫ്റ്റ്വെയർ സമ്മതിക്കില്ല. നരേന്ദ്രമോദിക്ക് പോലും ഈ സോഫ്റ്റ്വെയർ ഓവർ റൈഡ് ചെയ്തിട്ട് കാശ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഇവർ ചെയ്യുന്നത് കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫണ്ടിൽ നിന്നാണ് ഈ പ്രളയം വന്നു, ഭൂമി ഇടിഞ്ഞു പോയി, അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കാശ് കൊടുക്കുന്നത്. അല്ലാതെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഈസ് ഫിക്സഡ്. അത് നിതി ആയോഗ്, ടാക്സ് പിരിക്കാനുള്ള GST കൗൺസിൽ ഇവർ ചേർന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അത് ആ ഫോർമുല അനുസരിച്ച് ആ സോഫ്റ്റ്വെയർ അനുസരിച്ച് ഫണ്ട് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കും. അതിൽ ഓവർ ഡ്രാഫ്റ്റ് ഉള്ളവർക്ക് കുറച്ച് പോകും, ഓവർ ഡ്രാഫ്റ്റ് കണ്ടമാനായി കഴിഞ്ഞാൽ നിർത്തി. ഇതെല്ലാം സോഫ്റ്റ്വെയറിൽ പ്രോഗ്രാംഡാണ്. RBI വിചാരിച്ചാൽ അത് ഇത് ഓവർ റൈഡ് ചെയ്യാൻ പറ്റില്ല. ദർ ഈസ് നോ ഓവർ റൈഡിങ് ബട്ടൺ. ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ എല്ലാത്തിനെയും മറികടന്ന് പ്രധാനമന്ത്രിക്ക് നേരിട്ട് 10 രൂപ ആമത് പെൻഷൻ എത്തിക്കാൻ പറ്റില്ല. അത് പ്രധാനമന്ത്രിക്ക് കണ്ടിൻജന്റ് ഫണ്ട് സ്വന്തം പോക്കറ്റിലുണ്ട്, അതിൽ നിന്ന് 10 രൂപ കൊടുക്കാം. കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റില്ല. ദിസ് ഇസ് ദ സിസ്റ്റം. അപ്പോൾ ഇത് സിസ്റ്റം ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടും ആൾക്കാർ വെറുതെ കേരളത്തിന് തന്നില്ല. ഈ വന്ദേ ഭാരത് ട്രെയിനൊക്കെ കേരളത്തിൽ ഓടി. ആദ്യത്തെ വന്ദേ ഭാരത് മോദിയാണ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഇത് ഏത് ബജറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തത്? ഒരു ബജറ്റിലും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിപ്പോൾ എന്താ അമൃത് ഭാരത് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ ട്രെയിൻ ഓടുന്നു. വല്ല ബജറ്റും ഉണ്ടായോ? റെയിൽവേ ബജറ്റിലുണ്ടായിരുന്നോ? മെയിൻ ബജറ്റിലുണ്ടായിരുന്നു. സത്യത്തിൽ വികസനത്തിന് ബജറ്റ് വേണ്ട. ഇത് ഈ ഫോർമുല അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി പഴയൊരു കൺസെപ്റ്റ് ആണല്ലേ, ബജറ്റിൽ വന്നാലേ വല്ലതും നടക്കുള്ളൂ എന്നൊരു ധാരണ. അതൊക്കെ ഇപ്പം പഴയ കൺസെപ്റ്റാണ്. ഈ ബ്രിട്ടീഷുകാരുടെ സെൻട്രലൈസ്ഡ് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ, അതനുസരിച്ച് അവരങ്ങ് തീരുമാനിക്കും ഇന്ന ആൾക്ക് ഇന്നത് മതി, മറ്റവർക്ക് കൂട്ടപ്പഴ ചുമത്ത് അവർക്ക് 10 പൈസ കൊടുക്കണ്ട, ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്ന കാലം അത് പോയി. ഇപ്പോൾ സംസ്ഥാനങ്ങളും കേന്ദ്രവും ചേർന്നിട്ട് ഈ ഫോർമുല തീരുമാനിച്ച് ആ ഫോർമുല സോഫ്റ്റ്വെയറിൽ ഇട്ട് കഴിഞ്ഞാൽ ദ സോഫ്റ്റ്വെയർ വിൽ ഓട്ടോമാറ്റിക്കലി കൺട്രോൾ എവറിതിങ് വിത്തൗട്ട് ഫെയിൽ. അതാണ് നമ്മുടെ ആൾക്കാർ സുപ്രീം കോടതിയിൽ പോയപ്പോൾ തോറ്റു പോകാൻ കാര്യം ഇതാണ്. ബിക്കോസ് ത്രൂ ദ ഫോർമുല യു കനോട്ട് എസ്റ്റാബ്ലിഷ് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം ഓൾ ഫിഗേഴ്സ് ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദം. അല്ല എനിക്ക് 10,000 കോടി വേണം, 10,000 കോടി 20,000 കോടി ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. നിങ്ങൾക്ക് അർഹതയില്ലപ്പാ. നിങ്ങളും കൂടി ഇരുന്നുണ്ടാക്കിയ ഫോർമുല അതിലപ്പുറത്തേക്ക് നിങ്ങൾക്ക് തന്നെ കാശ് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും? ബാക്കി സംസ്ഥാനങ്ങൾ വെറുതെ ഇരിക്കും. അപ്പോൾ മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ അതെ. അപ്പം നമുക്കിപ്പോൾ ഈ സ്പീഡ് റെയിലിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ DMRC അതിൻ്റെ ഓഫീസ് തുറന്നു. ഇപ്പോൾ പൊന്നാനിയിൽ തുറന്നിരിക്കും. പൊന്നാനി തുറന്നത് ഇദ്ദേഹത്തിന് കൺസൾട്ട് ചെയ്യാനുള്ള സൗകര്യത്തിനായിരിക്കും, ശ്രീധരൻ സാറിൻ്റെ. അപ്പോൾ ഈ പ്രോജക്റ്റ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നു, ശ്രീധരൻ സാറ് പ്രഖ്യാപിക്കുകയും ചെയ്തല്ലോ. ഇനിയിപ്പോൾ DMRC അത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയവുമായിട്ട് ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പ് ശ്രീധരൻ്റെ റിപ്പോർട്ട് പറഞ്ഞു. ശ്രീധരൻ ഇപ്പോൾ ചെയ്യുന്നത് ഈ ജൂൺ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. അടാമിടി മഴയായിരിക്കും ത്രൂ ഔട്ട് കേരളം. ഈ ധൃതി പിടിച്ച് ഓഫീസ് തുടങ്ങി ഓർഡർ സംഗതിയൊക്കെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് വർക്ക് തുടങ്ങാൻ ഓർഡർ വന്നോളും. അങ്ങനെ അദ്ദേഹം പറഞ്ഞത്. തുടങ്ങിക്കഴിഞ്ഞ് അപ്പോൾ ഇത് തുടങ്ങിയാൽ ജൂണിന് മുമ്പ് ഈ അത്യാവശ്യം മഴ വർക്ക് തീർക്കണം. അപ്പോൾ ഇപ്പോൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസമുള്ളത്. 4 മാസം കൊണ്ട് കേരളത്തിലെ ഈ റെയിലിന് വേണ്ട സർവേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ടീം നേരിട്ട് പോയിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിക്കും. ഇന്ന മാതിരിയാണ്, തൂണിൻ്റെ പുറത്തൂടെയാണ് ഇത് പോകുന്നത്, ഒരു തൂണിനുള്ള സ്ഥലം മതി, പക്ഷേ ആ തൂണ് പണിയാൻ നേരത്ത് അതിൻ്റെ ക്രെയിൻ മറ്റേ ബുൾഡോസർ അത് ഇത് വരും. അതുകൊണ്ട് ഒരു ഗുണമുള്ളത്, തൂണ് പണിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം പോയാൽ പിന്നെ ആ തൂണിന് ചുറ്റുമുള്ള സ്ഥലം നിങ്ങളുടെ തന്നെയാണ്. അപ്പോൾ ഒരു ഗുണമുണ്ടല്ലേ, ഈ ലോക്കൽ ബോഡീസിൻ്റെയും രാഷ്ട്രീയക്കാരുടെയൊക്കെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും? ഇല്ല, അവരെ ബൈപ്പാസ് ചെയ്യാൻ പറ്റില്ല. പഞ്ചായത്തിൻ്റെയൊക്കെ ഇൻവോൾവ്മെൻറ്റ്
ഇവരവിടെ പോകുന്നു, ഓരോ തൂണും വരുന്ന പ്ലേസ് ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ പോയിട്ട് ആരുടെ വീടാണ് അഫക്റ്റ് ചെയ്യുന്നത്, ആരെങ്കിലും ഇവാക്യുവേറ്റ് ചെയ്യാനുണ്ടോ, അതല്ല ഇവാക്യുവേറ്റ് ചെയ്യാതെ തന്നെ ചെയ്യാം. ഏറ്റവും ജനവാസം കുറഞ്ഞ സ്ഥലത്തൂടെയാണ് അദ്ദേഹം ഇത് പ്ലാൻ ചെയ്യുന്നത്. അതെ, ആകെ ചെയ്യുന്നത് വെച്ചാൽ കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എറണാകുളത്ത് സ്റ്റേഷൻ ഉണ്ടാവില്ല, പകരം നെടുമ്പാശ്ശേരിയിലായിരിക്കും സ്റ്റേഷൻ. തിരുവനന്തപുരത്ത് നിന്ന് പുള്ളിയുടെ ഹൈസ്പീഡ് റെയിൽ 1 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് നെടുമ്പാശ്ശേരിയിലെത്തും. ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവസാനം ഇത് നെടുമ്പാശ്ശേരി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എറണാകുളം ജില്ലയുടെ എവിടെ പോകാനാണെങ്കിലും ഒരു 1.5-1.25 മണിക്കൂർ മതി. അപ്പോൾ ഫലത്തിൽ 1.5 ഒരു 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തിൻ്റെ ഏത് പോയിന്റ് ഉടുമ്പൻചോല വരെ നിങ്ങൾക്ക് എത്താൻ പറ്റും. പ്രോജക്റ്റ് ദിസ് ഈസ് ഹിസ് ഡിസൈൻ. അതെ. ഇങ്ങനെ വരുമ്പോൾ ഇത് ഇന്ത്യൻ റെയിൽവേയുടെ പ്രോജക്റ്റ് ആയിരിക്കുമോ അന്തിമമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ? DMRCയുടെ പ്രോജക്റ്റ് അണ്ടർ ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ എല്ലാ റെയിൽവേയും ഇന്ത്യൻ റെയിൽവേ. അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് റോൾ എന്തായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെന്റിന് ഈ സ്ഥലം ഏറ്റെടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ അവരുടേതായിരിക്കും, അതിൻ്റെ കോമ്പൻസേഷൻ, കാശ് കേന്ദ്ര സർക്കാർ തന്നാലും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ജില്ലാ കളക്ടറാണ്. ലാൻഡ് അക്വിസിഷൻ്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കേണ്ടത് ചട്ടമനുസരിച്ച് ജില്ലാ കളക്ടറാണ്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ കരാറ് DMRCക്ക് തന്നെ കിട്ടുമെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ പുതിയ സാഹചര്യത്തിൽ? ഇതിന്റെ അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ ഈ റെയിൽവേയുടെ പണിയിലുണ്ട് ഇതുപോലത്തെ സ്പെഷ്യലൈസ്ഡ് ജോലികളിൽ ഈ ഗ്ലോബൽ ടെൻഡർ പോവുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കോൺട്രാക്ടർമാർ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള കോൺട്രാക്ടേഴ്സ് അവർ ഇൻവോൾവ് ആകുന്നത്. ദേ ആർ നോട്ട് ക്വാളിഫൈഡ് ഫോർ. അങ്ങനെയാണ് DMRC ഒരു ഏക കോൺട്രാക്ടറായിട്ട് DMRC വരാൻ കാര്യം അതാണ്. ഒരു ഗുണമുണ്ട്, എക്സ്പെർട്ടീസ് അവർക്ക്. ഈ ഫീൽഡ് സ്റ്റഡി ഇവരെ സർവേ തീരുമ്പോഴേക്ക് ഏതാണ്ട് അടുത്ത കേരളം ആര് ഭരിക്കും എന്ന് തീരുമാനമാകും. അത് തീരുമാനമാകും. അതും ശ്രീധരൻ സാറ് പറയുന്നുണ്ട്. ആരും പുള്ളിയോട് ചോദിച്ചു ഇതൊക്കെ പിണറായി വിജയൻ സമ്മതിക്കുമെന്ന്. പുള്ളി പറഞ്ഞു അല്ല, ഇത് ആയി വരുമ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ ഉറപ്പില്ലല്ലോ, ചിലപ്പോൾ. അപ്പോൾ അത് എന്തായാലും ഒരു പോസിറ്റീവായ സ്റ്റെപ്പ് വെച്ചിട്ട് രാജ്യത്തിന് ഏറ്റവും, പ്രത്യേകിച്ച് കേരളത്തിന് ഏറ്റവും ഗുണകരമായ ഒരു പദ്ധതിയുമായി അല്ലെ ഈ സായന്തന കാലത്ത് ജീവിതത്തിൽ നന്നായി വിശ്രമിച്ച് സാറ് പറഞ്ഞ പോലെ കസേരയിലിരിക്കേണ്ട സമയത്ത് ഇരുത്തം വന്ന കാലത്ത് അദ്ദേഹം ആക്റ്റീവായി പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെതായ ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റ് തീർച്ചയായിട്ടും അദ്ദേഹം കേരളത്തിന് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിന് അദ്ദേഹത്തിന് ആശംസകൾ നേരാം. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് മറ്റൊരു താല്പര്യവും, രാജ്യ താല്പര്യമല്ലാതെ മറ്റൊരു താല്പര്യവും, ജനക്ഷേമമല്ലാത്ത മറ്റൊരു താല്പര്യവും ഉണ്ടാവാനിടയില്ലല്ലോ. അത് കേന്ദ്ര ഗവൺമെന്റും അത് അർഹിക്കുന്ന പരിഗണന കൊടുക്കും. കേരളത്തിലും എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ വിരോധം വെച്ചൊന്നും അദ്ദേഹത്തെ പോലെ ഒരാളെ അങ്ങനെ ഇരുത്താൻ സാധ്യമല്ല. തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.